നമസ്കാരം. പ്രമേഹവും സ്ട്രെസ്സും തമ്മിലുള്ള ബന്ധം അഭേദ്യമായൊരു ബന്ധമാണ്. പലരും പ്രമേഹത്തിനെ കരുതുന്നത് നമ്മൾ അമിതമായിട്ട് പഞ്ചസാരയോ കാർബോഹൈഡ്രേറ്റോ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് ഡയബറ്റീസ് വരുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. ആ ഹോർമോൺ നമുക്ക് എപ്പോഴും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതായത് സ്ട്രെസ്സിൽ പെട്ട് കഴിഞ്ഞാൽ കോർട്ടിസോൾ ഹോർമോൺ, നമ്മളൊരു മൃഗത്തിനെ കാണുന്നു, ഒരു സിംഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ കോർട്ടിസോൾ ഹോർമോൺ പേടിച്ച് കഴിഞ്ഞാൽ ഉത്പാദിപ്പിക്കപ്പെടത്തുള്ളൂ. അതേപോലെ ഒരു സ്ട്രെസ്സായിട്ടുള്ളൊരു സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞ ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ, ഈ കാലഘട്ടം സ്ട്രെസ് ഇല്ലാത്തവരില്ല, കൂടുതലായിട്ട് സ്ട്രെസ്സിൽ പെടുന്ന സമയത്ത് കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ നിരന്തരം ആ ഒരു പ്രവർത്തനത്തിലാണ് ശരീരം പോകുന്നതെങ്കിൽ ഡയബറ്റീസ് പോലത്തുള്ള അസുഖങ്ങളിലേക്ക് ഈ ഹോർമോൺ നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് വരാതിരിക്കുക. ഇനി നിങ്ങൾ എക്സസൈസ് ചെയ്യുക, ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്താൽ മാത്രം പോരാ, ഈ പറഞ്ഞ സ്ട്രെസ്സ് കുറയ്ക്കാനും ശ്രമിക്കുക. കുറച്ചാൽ മാത്രമേ നമ്മൾ ഹോർമോണൊക്കെ ശരിയായിട്ട് പ്രവർത്തിക്കുകയും ഡയബറ്റീസ് വരാതിരിക്കുകയും ചെയ്യത്തുള്ളൂ.